Now see the next question. Write down the important assumptions in deriving one-dimensional wave equation. അപ്പോൾ വേവ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന കേസിൽ കുറേ അസംഷൻസ് ആ സ്ട്രിങ്ങിൻ്റെ മുകളിൽ എടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദ അസംഷൻസ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് അസംഷൻസ് ഉണ്ട്. എനി 3 എന്ന് ചോദിച്ചത് കൊണ്ട് 3 എണ്ണം മാത്രം നമ്മൾ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. 3 അസംഷൻസ് എന്തൊക്കെയായിരുന്നു? അസംഷൻസ് ദ സ്ട്രിങ് ഈസ് ഫിക്സ്ഡ് അറ്റ് 2 എൻഡ് പോയിൻറ്റ്സ്. അപ്പോൾ ഈ സ്ട്രിങ്ങിനെ നമ്മൾ 2 എൻഡ് പോയിന്റിൽ ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് നമുക്ക് പറയാം. യു ഓഫ് 0t equal to 0 and same way u of lt is equal to 0. 2 എൻഡ് പോയിന്റിലും ഇത് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് രണ്ടാമത്തെ അസംഷൻ ആയിട്ട് എന്ത് പറയാം? ദ സ്ട്രിങ് ഇസ് ഫ്ലെക്സിബിൾ, ഇലാസ്റ്റിക് ആണ്, ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, ആൻഡ് ഡസ് നോട്ട് ഓഫർ എനി ബെൻഡിങ്. ഓക്കെ, ആൻഡ് തേർഡ് പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ദ ഡിസ്പ്ലേസ്മെൻറ്റ്, നമ്മൾ ആദ്യം ഇതിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് നെഗ്ലിജിബിളി സ്മോൾ ആണ്. ഓക്കെ, ആൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം എം എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ തരത്തിലുള്ള അസംഷൻസ് ആണ് നമ്മൾ ഈ ഒരു സ്ട്രിങ്ങിൽ കൺസിഡർ ചെയ്യുന്നത്. Now the question is, solve 3ux plus 2uy is equal to 0 with u of x 0 equal to 4 times e raised to minus x by method of separation of variables. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിയിൽ വരാനുള്ള ചാൻസ്, വീണ്ടും വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്ന പുതിയ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ ഒരു PDEയുടെ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ 3 ഇൻറ്റു യു എക്സ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ എക്സ്പാൻഷൻ ഡോ യു ബൈ ഡോ എക്സ് ആണ്. ഓക്കെ, യു വൈ എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ വൈ. ഇതാണ് 2 പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഇതിൻ്റെ ഡിനോമിനേറ്റർ നിങ്ങൾ നോക്കൂ, എക്സ് വൈ ആണ്. ന്യൂമറേറ്ററിലുള്ള വേരിയബിൾ യു ആണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എപ്പോഴും യു ഈക്വൽ ടു എന്ന് പറഞ്ഞായിരിക്കും എഴുതേണ്ടത്. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസിൽ സൊല്യൂഷൻ ആണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എഴുതുന്നത് ആൻസർ ആയിരിക്കും. ലെറ്റ് ദ സൊല്യൂഷൻ ബി, നമ്മൾ ആദ്യം എഴുതുന്നത് സൊല്യൂഷൻ ആണ്. അപ്പോൾ എന്താണ് ഇതിലെ സൊല്യൂഷൻ? സൊല്യൂഷൻ എപ്പോഴും എഴുതുന്നത് യുവിൻ്റെ വാല്യൂ, യു ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദീസ് 2 വേരിയബിൾസ്, ഡിനോമിനേറ്ററിലുള്ള 2 വേരിയബിൾസ്, അത് ക്യാപിറ്റൽ സിമ്പിളായിട്ട് എഴുതുക. എക്സും ടിയുമാണെങ്കിൽ എക്സ് ടി എന്ന് എഴുതുക. എക്സും വൈയും ആയതുകൊണ്ട് ക്യാപിറ്റൽ എക്സ് വൈ. ഇതിലെ വാട്ട് ഇസ് ക്യാപിറ്റൽ എക്സ്? ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് എ ഫങ്ഷൻ ഓഫ് സ്മോൾ എക്സ് എലോൺ. ആൻഡ് വാട്ട് അബൌട്ട് ക്യാപിറ്റൽ വൈ? ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് സ്മോൾ വൈ എലോൺ. ഈ തരത്തിൽ ആയിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അസ്യൂമിങ് ദ സൊല്യൂഷൻ ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇറ്റ് സെൽഫ്. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഏതെല്ലാം ഡെറിവേറ്റീവ്സ് പ്രസൻ്റ് ആണ്, അത്രയും ഡെറിവേറ്റീവ്സ് ഈ ആൻസറിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ യു എന്ന് പറയുന്നത് എക്സ് വൈ, അതിൻ്റെ യു എക്സ് യു വൈ കാൽക്കുലേറ്റ് ചെയ്യുക. വാട്ട് ഇസ് യു എക്സ്? യു എക്സ് ഇസ് ഈക്വൽ ടു, നമ്മൾ അസ്യൂം ചെയ്തത് എക്സ് വൈ ആണ്, അപ്പം എക്സ് ഡാഷ് വൈ എന്ന് എഴുതാം. ദെൻ യു വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ ഡാഷ് എന്നെഴുതാം. ഇത് രണ്ടും നമ്മൾക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾക്ക് തന്നിരിക്കുന്നത് 3ux എന്നാണ്. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 3 ഇൻറ്റു എക്സ് ഡാഷ് ഇൻറ്റു വൈ പ്ലസ് അടുത്ത ടേം എന്താണ്? 2uy. 2 ഇൻറ്റു യു വൈ മീൻസ് ഇറ്റ് ഇസ് എക്സ് ഇൻറ്റു വൈ ഡാഷ് ഈക്വൽ ടു റൈറ്റ് സൈഡ് ഇസ് 0. സോ ഈക്വൽ ടു 0. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ വേരിയബിൾസ്, ഇവിടെ ക്യാപിറ്റൽ എക്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്, ക്യാപിറ്റൽ വൈ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് കാണാം. ഈ വേരിയബിൾസ് ക്യാപിറ്റൽ എക്സും വൈയും സെപ്പറേറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് 3x ഡാഷ് വൈ ഈക്വൽ ടു, ഈ ടേമിനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. സോ -2 ക്യാപിറ്റൽ എക്സ് വൈ ഡാഷ് എന്ന് വരും. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾക്ക് എഴുതാൻ പറ്റുന്നത് എക്സ് ഡാഷ് ബൈ എക്സ് ഈക്വൽ ടു -2y ഡാഷ് ബൈ 3. ഓക്കെ, ഇതാണ് നമ്മൾക്ക് എഴുതാൻ പറ്റുന്നത്. ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് വി ക്യാൻ ഇക്വേറ്റ് ദിസ്
ടു എ കോൺസ്റ്റൻറ്റ് സേ കെ. നമ്മളൊരു കോൺസ്റ്റൻറ്റ് കെയിലേക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മളുടെ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾക്ക് രണ്ട് ഇക്വേഷൻസ് ODE ഫോം ചെയ്യാം. ബൈ കൺസിഡറിങ് ഫസ്റ്റ് ആൻഡ് കെ യു വിൽ ഗെറ്റ് വൺ ഇക്വേഷൻ. അതിൽ നിന്ന് നമുക്ക് ക്യാപിറ്റൽ എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ ബൈ കൺസിഡറിങ് സെക്കൻഡ് ആൻഡ് കെ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ക്യാപിറ്റൽ വൈ. ക്യാപിറ്റൽ എക്സ് ആൻഡ് വൈ കിട്ടിക്കഴിഞ്ഞാൽ യു എന്നത് സൊല്യൂഷൻ ഓൾറെഡി വി ഹാവ് കൺസിഡേർഡ് എക്സ് വൈ യു ഈക്വൽ ടു എക്സ് വൈ എന്നെടുത്തത് കൊണ്ട് പ്രൊഡക്റ്റായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഓരോ സൊല്യൂഷൻസ് എക്സും വൈയും എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷനായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എക്സ് ഡാഷ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു കെ മൈനസ് 2/3 വൈ ഡാഷ് ബൈ വൈ ഇസ് ഈക്വൽ ടു കെ. ഈ ഫസ്റ്റ് ഇക്വേഷൻ ആദ്യം എടുക്കുക. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഈ ഡെറിവേറ്റീവിനെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഡിനോമിനേറ്റർ എന്ന് പറയുന്നതിൻ്റെ ഡെറിവേറ്റീവാണ് ന്യൂമറേറ്ററിൽ, എക്സിൻ്റെ ഡെറിവേറ്റീവാണ് എക്സ് ഡാഷ് ന്യൂമറേറ്ററിൽ. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ലോഗ് ഓഫ് ദ ഡിനോമിനേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിലും ഇൻറ്റഗ്രേറ്റ് ലോഗ് ഓഫ് ദ ഡിനോമിനേറ്റർ ദാറ്റ് ഇസ് ഈക്വൽ ടു കെയുടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കെ എക്സ് പ്ലസ് ഇൻറ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ് നമ്മൾക്ക് വേണമെങ്കിൽ ലോഗ് ഫംഗ്ഷനായിട്ട് കൊടുക്കാം. ലോഗ് ലെറ്റ് മീ റൈറ്റ് C1. ലോഗ് ഫംഗ്ഷൻ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഇവിടെ ഓൾറെഡി ലോഗ് ഫംഗ്ഷൻ ഉള്ളത് കൊണ്ടാണ്. ഈ ലോഗ് ടേംസ് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ലോഗ് എക്സ് മൈനസ് ലോഗ് C1, അതിന് ലോഗ് എ മൈനസ് ലോഗ് ബി ലോഗ് എ ബൈ ബി എന്ന റൂൾ ഉപയോഗിച്ച് എക്സ് ബൈ C1 ലോഗ് ഓഫ് എക്സ് ബൈ C1 ഇസ് ഈക്വൽ ടു കെ എക്സ് എന്ന് എഴുതാം. ഇതിൽ നിന്ന് ഫ്രം ദിസ് വി ഹാവ് എക്സ് ബൈ C1 ഇസ് ഈക്വൽ ടു ലോഗ് കളയാനുള്ള വഴി എന്താണ്, എക്സ്പൊണൻഷ്യൽ എടുക്കുക, ഇ റേസ് ടു കെ എക്സ് എന്ന് എഴുതാം. ഇതിൽ നിന്ന് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ക്യാപിറ്റൽ എക്സ്? ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു C1 ഇ റേസ് ടു കെ എക്സ്. ഇതാണ് ക്യാപിറ്റൽ എക്സിൻ്റെ ആൻസർ, സൊല്യൂഷനായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് 2/3 വൈ ഡാഷ് ബൈ വൈ ഇസ് ഈക്വൽ ടു കെ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം, വൈ ഡാഷ് ബൈ വൈ ഇസ് ഈക്വൽ ടു ഈ മൈനസ് 2/3നെ RHSലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മൈനസ് 3k/2 എന്നെഴുതാം. ഓക്കെ, ഇതുപോലെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. രണ്ട് സൈഡിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ബിക്കംസ് ലോഗ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് 3ky/2 എന്ന് വരും. ഓക്കെ, സോ വി ക്യാൻ ക്യാൻസൽ ലോഗ് സിമ്പൽ ബൈ ടേക്കിംഗ് എക്സ്പൊണൻഷ്യൽ. സോ വൈ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 3ky ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എക്സിൻ്റെ വാല്യൂവും കിട്ടി, വൈയുടെ വാല്യൂവും കിട്ടി. നമുക്ക് ഇതെന്ത് എഴുതാം, ഇതിനെ ഒരു സൊല്യൂഷനായിട്ട് അറേഞ്ച് ചെയ്യാം. ദെയർ ഫോർ അവർ യു ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ എന്ന് ഓൾറെഡി നമ്മൾ എഴുതിയതാണ്, എക്സ് ഇൻറ്റു വൈ പ്രൊഡക്റ്റ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എക്സസ് C1 ഇ റേസ് ടു കെ എക്സ്. ഓക്കെ, ഇൻറ്റു ഇവിടെ നമ്മൾ C2 എഴുതിയിട്ടില്ല. ഓക്കെ, 1 മിനിറ്റ്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ലോഗ് C2 എന്നൊരു കോൺസ്റ്റൻറ്റും കൂടെ ചേർക്കാണ്ട്, ലോഗ് C2. ഈ ലോഗ് C2നെ നമുക്ക് LHSലേക്ക് എടുത്താൽ ലോഗ് വൈ മൈനസ് ലോഗ് C2 എന്ന് വരും. അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ലോഗ് വൈ ബൈ C2 എന്നെഴുതാം. ലോഗ് വൈ ബൈ C2 ഇസ് ഈക്വൽ ടു മൈനസ് 3ky ഡിവൈഡഡ് ബൈ 2 എന്നെഴുതാം. ഓക്കെ, ഇതിൽ നിന്ന് ലോഗ് എങ്ങനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം? So on taking exponential, y by C2 is equal to minus 3ky divided by 2. Okay, ഇതിൽ നിന്ന് ക്യാപിറ്റൽ വൈയുടെ ആൻസർ എന്തെഴുതാം? ക്യാപിറ്റൽ വൈ ഇസ് C2 times, okay, this is e raised to, okay, C2 times e raised to minus 3ky divided by 2. ഇങ്ങനെയാണ് നമുക്ക് ഈ റേസ് ടു വന്നത്. ഇവിടെ ലോഗ് എന്ന ഫംഗ്ഷൻ കളയുന്നത് ഇങ്ങനെയാണ്. ലോഗ് എന്ന ഫംഗ്ഷനിൽ നിന്ന് y ബൈ C2 ഇസ് എക്സ്പൊണൻഷ്യൽ. സോ y ഇസ് ഈക്വൽ ടു, നമ്മുടെ ആൻസർ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് y ഇസ് ഈക്വൽ ടു C2 e റേസ് ടു മൈനസ് 3ky ബൈ 2. ഇനി നമുക്ക് എന്തെഴുതാം? വാട്ട് ഇസ് u?
സോ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് യു ഈക്വൽ ടു എക്സ് ഇൻ ടു വൈ ആണ്. ഓക്കെ, എക്സ് ഇൻ ടു വൈ, ദെൻ C1 x C1 e raised to kx, y C2 e raised to minus 3ky by 2. സോ ഇത് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് C1 C2 e raised to kx powers can be added. Okay, അപ്പോൾ kx minus 3ky divided by 2. This is the solution. ഇനി ഈ ഒരു പ്രോബ്ലത്തിനോട് ചേർന്നിട്ട് നമുക്ക് കണ്ടീഷൻസും കൂടെ തന്നിട്ടുണ്ട്. രണ്ട് കണ്ടീഷൻസാണ്, ഒരു കണ്ടീഷൻ തന്നിരിക്കുന്നത് യു ഓഫ് x0 ഈക്വൽ ടു 4 ടൈംസ് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ യു എന്ന എക്സ്പ്രഷനിൽ യുവിൻ്റെ വാല്യൂ ആയിട്ട് 4 ടൈംസ് ഇ റേസ് ടു മൈനസ് എക്സ് കൊടുക്കാം. എപ്പോൾ? ഇഫ് വി ക്യാൻ പുട്ട് വൈ ഇസ് ഈക്വൽ ടു വൈയുടെ പ്ലേസിൽ എന്ത് കൊടുത്താൽ? 0 കൊടുത്താൽ. അതാണ് ഇതിൻ്റെ മീനിങ്. സോ നമ്മൾ ഈ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് യുവിൻ്റെ പ്ലേസിൽ നമ്മൾ എന്താ കൊടുക്കാൻ പോകുന്നത്? 4 ഈക്വൽ ടു 4 ഇ റേസ് ടു മൈനസ് എക്സ് ഈക്വൽ ടു RHSൽ വൈയുടെ പ്ലേസിൽ 0 കൊടുക്കുന്ന അവസരത്തിൽ ഈ ടേം കംപ്ലീറ്റ് ആയിട്ട് എന്തായി പോകും? 0 ആയി പോകും. സോ വാട്ട് വി ഹാവ് C1 C2 e raised to kx എന്നാണ് വരുന്നത്. e raised to kx. അപ്പം നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡിൽ ഒരു എക്സ്പൊണൻഷ്യലാണ്, റൈറ്റ് സൈഡിലും ഒരു എക്സ്പൊണൻഷ്യലാണ്. രണ്ട് എക്സ്പൊണൻഷ്യൽ ഈക്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് എക്സ്പൊണൻഷ്യൽ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ ഇക്വേറ്റ് ദ കറസ്പോണ്ടിങ് കോയഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ പവേഴ്സും ഇക്വേറ്റ് ചെയ്യാം. അതാണ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സോ വാട്ട് വി ഹാവ്, സോ C1 C2 equal to 4. Okay, and on equating the power we have k is equal to minus 1. Okay, k is equal to minus 1. അപ്പം ഈ തരത്തിൽ നമുക്ക് C1 C2ൻ്റെയും കെയുടെയും വാല്യൂ കിട്ടി. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം? ഈ C1 C2വും കെയും നമ്മളുടെ തൊട്ട് മുൻപ് എഴുതിയ യു ഇസ് ഈക്വൽ ടു XY എന്ന എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും നമ്മുടെ കംപ്ലീറ്റ് സൊല്യൂഷൻ. Now the last question, write down the possible solution of one-dimensional heat equation. അപ്പോൾ ഇതിനകത്ത് 3 പോസിബിൾ സൊല്യൂഷനാണ്, ഹീറ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹീറ്റ് ഇക്വേഷൻ നമുക്കറിയാം, ഹീറ്റ് ഇക്വേഷൻ ഇസ് ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു സി സ്ക്വയർ ടൈംസ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ഇതാണ് ഹീറ്റ് ഇക്വേഷൻ. ഇതിൻ്റെ പോസിബിൾ സൊല്യൂഷൻസ് ആണ്. അപ്പം നമുക്ക് ഡിഫറെൻറ്റ് കേസസ് ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് കേസ് വെൻ കെ ഇസ് ഈക്വൽ ടു 0, കെ ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് സൊല്യൂഷൻ യു എക്സ് ടി ഈക്വൽ ടു C1 എക്സ് പ്ലസ് C2 ഇൻറ്റു C3. ദിസ് ഇസ് കേസ് 1. കേസ് 2 എന്ന് പറയുന്ന സമയത്ത് കേസ് 2 വെൻ കെ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ, യു എക്സ് ടി ദ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു C1 ഇ റേസ് ടു പി എക്സ് പ്ലസ് C2 ഇ റേസ് ടു മൈനസ് പി എക്സ് ഇൻറ്റു C3, okay, C3 in between, okay, C3 e raised to p square CT. Okay, this is the solution. And the third one is when k is equal to minus p square. Okay, ഈ സൊല്യൂഷനാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. യു എക്സ് ടി ഇസ് ഈക്വൽ ടു C1 cos px plus C2 sin px into C3 e raised to minus p square c square t. Okay,
അപ്പം ഇത്രയാണ് 3 സൊല്യൂഷൻസ് വരുന്നത്. സോ നമ്മൾ ഓൾമോസ്റ്റ് പാർട്ട് എയിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ യു ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു വെരി മച്ച്.